ഇപ്പൊ നമ്മളൊരു ഡിഗ്രി ഫസ്റ്റ് വേൾഡിൽ നിന്ന് സ്കിൽ ഫസ്റ്റ് വേൾഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഡോണ്ട് വെയിറ്റ് ഫോർ ഈ വയസ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പഠിക്കും, ഇത് കഴിഞ്ഞിട്ട് കോളേജ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള ഫൈൻഡ് യുവർ പാഷൻ. അമേരിക്കക്ക് ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്, അതേപോലെ ചൈനക്ക് ഡീപ് സീക്ക് ഉണ്ട്. സോ ഇന്ത്യക്ക് അങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ട് ഇല്ല. ഇത് റോൾ ആയിരിക്കുമോ ചാറ്റ് ബോട്ട് ഉണ്ടാക്കുന്നത്? ഇന്ന് നമ്മുടെ കൂടെയുള്ള ആള് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. പലർക്കും അറിയായിരിക്കും. ഞാൻ എന്നാലും ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അല്ലേ. ദ AI പ്രോഡിജി ആണ്, അതുപോലെ ഒരു ഓൺടർപ്രണർ ആണ് അറ്റ് ദ ഏജ് ഓഫ് 16, പിന്നെ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, യൂട്യൂബർ ആണ്, TEDx സ്പീക്കർ ആണ്. സോ എന്റെ കൂടെ ഇന്നുള്ളത് റോൾ ജോൺ അജു, റോൾ ദ റോക്ക് സ്റ്റാർ, ദ AI കിഡ് ഓഫ് ഇന്ത്യ. ഹായ് റോൾ. ഹലോ, സുഖല്ലേ? ഓ സുഖം. അതൊരു അടിപൊളി ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. സോ എന്തൊക്കെയാണ് പരിപാടികൾ ഇപ്പോ? പോന്നു കുറെ പരിപാടികൾ. ഇന്ന് തന്നെ അടുത്ത 2 മണിക്കുള്ളിൽ ഞാനിപ്പോ ഒരു സെഷന് വേണ്ടി ചണ്ഡീഗറിലോട്ട് പോവാ, അത് കഴിഞ്ഞിട്ട് IIT ഡൽഹിയിലോട്ട് പോവാ. പക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുന്നു. വെരി നൈസ് ടു മീറ്റ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് റോളിനെ കോൺടാക്ട് ചെയ്യുന്നത്. ഞാൻ റോളിനെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് റോള് പറയുന്നത്. 2 years ago ഞാൻ 3 വർഷമായി. അപ്പോൾ റോളിലെ ടീച്ചറും കൂടെ ആയിരുന്നു. സോ എനിക്ക് കുറച്ച് അധികം ചോദ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ള, പേഴ്സണലി എനിക്കും റോളിന്റെ അടുത്തുനിന്ന് കേൾക്കാൻ കുറെ താല്പര്യമുള്ള ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. റോളിലെ എല്ലാ വീഡിയോയിലും റോള് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ, നിർമ്മിത ബുദ്ധിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. സോ എന്താണ് റോള് AI? സത്യം പറഞ്ഞ AI എന്ന് പറഞ്ഞാൽ വെരി സിംപ്ലി പുട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യന്മാരുണ്ടാക്കുന്ന ഒരു സാധനം അല്ലെ. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി ഒരു സാധനം പഠിച്ച് ആ സാധനം ഉപയോഗിക്കാൻ പറ്റുന്നു, ഒരു സർട്ടൻ നോളജ് പഠിച്ചിട്ട് ആ സാധനം ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നു. അത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ ബേസിക്കലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഒരു മെഷീന് ഇസ് ഏബിൾ ടു തിങ്ക്. ഒരു മെഷീൻ ഒരു കാര്യം പഠിച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നു, അതാണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, റോളിന്റെ ഒരു ജേർണി, റോള് ഒരു 10 വയസ്സ് മുതലാണ് ഈ AI ഒരു വേൾഡിലേക്ക് വന്നെന്ന് പറയുന്നില്ല അല്ലെ. ഇപ്പൊ ഓൾമോസ്റ്റ് 6 years ആയി. ഒരു പോസ്റ്റ് കോവിഡ് സമയത്താണ് റോൾ ഈ AI ടൂൾസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ബന്ധം തുടങ്ങിയത് അല്ലെ. സോ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? AI എന്ന് പറയുന്ന ആ ഒരു വേൾഡിലേക്ക് എങ്ങനെയാണ് റോൾ എത്തിയത്? സത്യം പറഞ്ഞ ഇതിന്റെ മുമ്പേ ഉണ്ടല്ലോ, ഞാൻ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുമായിരുന്നു, നമ്മുടെ ഫോക്ക് ഡാൻസ് ഒക്കെ. സ്റ്റേറ്റ് ലെവലിൽ എനിക്കൊന്ന് 2nd പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ മാരത്തോൺസ് ഓടുമായിരുന്നു, 15 kilometers, 8 kilometers. അതിന്റെ ഇടയിൽ ഞാൻ സ്കിറ്റും ചെയ്യുമായിരുന്നു. പോയം റൈറ്റിംഗ് മുതൽ കാണുന്ന എല്ലാ സ്ഥലത്തും ഞാൻ പോയി സൈനപ്പ് ഇതെല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ എന്നാൽ എനിക്കെല്ലാം ട്രൈ ഔട്ട് ചെയ്യണം. പിന്നെ ക്ലാസ്സും സൈഡിൽ നിന്ന് സ്കിപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട്, അത് എപ്പോഴും ക്ലാസ്സിൽ ഇരിക്കണ്ടല്ലോ. പക്ഷെ പിന്നെ ഞാൻ പതുക്കെ കോവിഡിന്റെ സമയമായപ്പം എന്റെ അപ്പ അഡോബി എന്ന് പറഞ്ഞ കമ്പനി ജോയിൻ ചെയ്തു. അവരാണ് ബെസ്റ്റ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അതൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഫോട്ടോഷോപ്പും എല്ലാവരും. അപ്പൊ അത് ഫ്രീ ആയിട്ട് അപ്പക്ക് കിട്ടുന്നുണ്ട്, അതെടുത്തിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ നിന്ന് ഞാൻ പതുക്കെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പഠിച്ചു. കുഴപ്പം വന്നെന്ന് വെച്ചാൽ നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് ആദ്യത്തെ 2 വർഷം കോവിഡ് കഴിഞ്ഞിട്ട് തിരിച്ച് സ്കൂളിലോട്ട് വരുമ്പോ എങ്ങനെ പഠിക്കേണ്ട ഒന്നും അറിയത്തില്ല. അപ്പൊ ആ സമയത്തായിരുന്നു ഞാൻ ഇത് ക്ലാസ് സാറുടെ ഒക്കെ കാണാനും തുടങ്ങി. പക്ഷെ ആ ഒരു സമയത്ത് എനിക്കെല്ലാം മാനേജ് ചെയ്യാനും പാടായിരുന്നു. പഠിക്കും വേണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, ഞാനെല്ലാം എങ്ങനെയെല്ലാം വാല്യൂ ചെയ്യുന്ന പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ അപ്പം ഞാൻ ഗൂഗിളിൽ പോയി ചുമ്മാ സെർച്ച് ചെയ്തു ഹൗ ടു എഡിറ്റ് വീഡിയോസ് ഫാസ്റ്റർ. ബിക്കോസ് എനിക്ക് 2 മാസം എടുക്കുമായിരുന്നു ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ. പക്ഷെ എനിക്കൊരു ടൂള് കിട്ടി, ആ സെയിം സാധനം എനിക്ക് 2 ദിവസത്തിൽ ചെയ്തു തരുന്ന പറ്റുന്നത്. ഞാൻ ചോദിച്ചു, അപ്പൊ ഇത്രയും നാൾ ഞാൻ 2 മാസത്തിൽ എന്തിനാ എഡിറ്റ് ചെയ്തോണ്ടിരുന്നത്? അത്രയും നാളെടുത്ത് എനിക്ക് 2 ദിവസത്തിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ. ആ ടൂളിന്റെ പേര് ഫയർ കട്ടർ ആയിരുന്നു. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ആ ടൂൾ വെച്ചിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ചോദിച്ചു, പക്ഷേ ഈ ടൂൾ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? AI എന്താ സാധനം? പതുക്കെ ഞാൻ ഗൂഗിളിൽ പോയപ്പം അങ്ങനെ ഞാൻ AI എന്താന്ന് സെർച്ച് ചെയ്ത് പഠിച്ചിട്ടാ ഞാൻ എന്താ പറയുന്നത്, ലൈക്ക് എൻ്റെ AI കുറിച്ച് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാക്കി. അത്രയും നാളെ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കുമായിരുന്നു. എഡിറ്റിങ്ങിനെ കുറിച്ച് ഞാൻ എന്താ ചാലഞ്ചസ് ചെയ്യുമായിരുന്നു, എക്സസൈസ് ചാലഞ്ച് ഒക്കെ ചെയ്യുമായിരുന്നു. കാണുന്നത് എന്തായിരുന്നു. പക്ഷെ ആ ഒരു മൂമെന്റിലാണ് ഞാൻ ടെക്നോളജിയുടെ കുറച്ച് വീഡിയോസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ തുടങ്ങിയിട്ട് ഞാൻ AI കുറച്ചൊരു വീഡിയോ ഉണ്ടാക്കി. ക്ലബ് ഹൗസ് ആപ്പ് ഇല്ലായിരുന്നു, നല്ല വൈറലാണ്. ക്ലബ് ഹൗസ് ആപ്പിലായിരുന്നു ഞാൻ ആദ്യം പോയി ഇത് ആ വീഡിയോയുടെ എല്ലാം പ്രൊമോട്ട് ചെയ്യണമല്ലോ. മലയാളികളുടെ ഇടയിൽ പോയി അവര് കുറച്ചൊക്കെ പറഞ്ഞു, ഒക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നെ ഒരു US റൂം പോയി. അവിടെ എല്ലാവരും ലൈക്ക് ബേസിക്കലി ഒരു കുട്ടി അതെ നല്ല എൻകറേജിങ് ആയിരുന്നു. കുറെ പേര് എനിക്ക് പെയ്ഡ് ടൂൾസ് വാങ്ങിച്ചു തന്നു, ഇത് തന്നു. ആൻഡ് അവിടെ നിന്നായിരുന്നു കൈൻഡ് ഓഫ്, അത് കഴിഞ്ഞിട്ടായിരുന്നു മറ്റേ US കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നൊക്കെ ഇല്ലേ, അവിടെ നിന്ന് ഒരു പ്രിൻസിപ്പൽ എൻ്റെ അടുത്ത് ചോദിച്ചു. പിന്നെ സയൻസ് ഫെയർ ആയിരുന്നു, അവിടെ നിന്നായിരുന്നു എന്റെ റോബോട്ട് ഉണ്ടാക്കിയത്. മറ്റേ റോബോട്ടിന് ഒരു പേരിട്ടിട്ടില്ലായിരുന്നു, മീബോട്ട്.
മീബോട്ട് ബേസിക്കലി എന്റെ ഒരു ക്ലോൺ. ഇവിടെ ഉണ്ടോ സാധനം? അത് പുറത്തുണ്ട് നമുക്ക് കാണാല്ലേ? എന്തായാലും കാണാം. ആള് ചില്ലറക്കാരനല്ല, 16 വയസ്സേ ഉള്ളൂ. 6 വർഷമായിട്ട് ഈ എയുടെ ലോകത്തുണ്ട്. ഏകദേശം ഇപ്പം 6 ടെഡ് ടോക്ക് അല്ലേ? 4 കഴിഞ്ഞു. ഇനിയും 5 ബാക്കിയുണ്ട്. എനിക്ക് എത്ര ഇന്നിപ്പോ ആള് ഇവിടുന്ന് നേരെ പോകുന്നത് ചണ്ഡീഗഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പിന്നെ നേരെ IIT ഡൽഹിയിലേക്ക് ഒരു ടെഡ് ടോക്ക് അല്ലേ? IIT ഡൽഹി ടെഡ് ടോക്ക് അല്ല, ജസ്റ്റ് ഒരു ടെഡ് ടോക്ക് അടുത്ത ആഴ്ച ഉണ്ട്. ഗ്രീൻ ഫീൽഡ് കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു ടെഡ് ടോക്ക് ഉണ്ടായിരുന്നു. വേറെ 2 ടെഡ് ടോക്ക്. അപ്പം കറിക്കൊണ്ടിരിക്കുക. ഫുൾ ഒരു റോമിംഗ് പേഴ്സണാലിറ്റി ആണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. മറ്റേ പറയത്തില്ലേ, കൈ കഴുകുന്നത് ഡൽഹി, ഫുഡ് കഴിക്കുന്നത് കേരള. സത്യം പറഞ്ഞ ആ സിറ്റുവേഷൻ. സോ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? റോളിന്റെ ഒരു ഡെയിലി റുട്ടീൻ പറഞ്ഞു. കാരണം ഇപ്പൊ പറഞ്ഞു ഇത്രയും ടോക്കുകൾ കൊടുക്കുന്നുണ്ട് ഇയാള്. ഓൺലൈനിൽ US ലും UK ലും നമ്മൾ IIT സ്റ്റുഡൻസിനും ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് ഓൺ AIല്. അതേപോലെ സ്കൂളിൽ പോകുന്നുണ്ട്. ഇയാളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, യൂട്യൂബർ ആണ്. സോ ഇതെല്ലാം എങ്ങനെ, ഈ ഹെക്ടിക് ഷെഡ്യൂൾ റോൾ എങ്ങനെ ആക്ച്വലി മാനേജ് ചെയ്യുന്നത്? സത്യം പറഞ്ഞ എനിക്കും അറിയത്തില്ല. പക്ഷെ ഇപ്പം ലക്കിലി എനിക്കൊരു ടീമുണ്ട്. പക്ഷെ കുറച്ച് നാൾ മുമ്പ്, ഒരു വർഷം മുമ്പ് എൻ്റെ ആരും ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ക്ലാസ്സസ് എടുക്കുമായിരുന്നു, ഇതെല്ലാം ചെയ്യുമായിരുന്നു. ആൻഡ് ഇപ്പം ഇതെല്ലാത്തിൻ്റെ കൂടെ എനിക്കൊരു കമ്പനിയും മാനേജ് ചെയ്യണം, ടൂൾസും ക്രിയേറ്റ് ചെയ്യണം. ഇറ്റ്സ് വെരി ഹാർഡ് ടു മാനേജ്. പക്ഷെ എൻ്റെ ഒരു വീക്ക് ഡേയുടെ ഷെഡ്യൂൾ പറയാം. രാവിലെ എണീക്കുന്നു, ഇത് ചെയ്യുന്നു, സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ പഠിക്കുന്ന കാര്യം എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ നല്ല പാടാണ്. ബിക്കോസ് ഇപ്പം വർക്കിന്റെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ സാധാരണ 1 ആഴ്ച എടുക്കും. പക്ഷെ എനിക്ക് ആ സെയിം തന്നെ 2 ദിവസത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. യെസ്. അപ്പൊ പക്ഷെ സ്റ്റഡീസിലാണ് ഞാൻ കുറച്ചുകൂടി, ബിക്കോസ് AI ഉപയോഗിക്കാൻ പറ്റും, ChatGPT അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ മെയിൻ കാര്യം കുഴപ്പമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡ് അല്ല. പേഴ്സണലൈസ് ആണെങ്കിലും ഇറ്റ്സ് മോർ ഓർ ലെസ് എന്താ പറയുന്നത്, എല്ലാവർക്കും പറഞ്ഞു. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത്, ക്യാൻ യു എക്സ്പ്ലെയിൻ ലൈക്ക് എ 5 year old? ക്യാൻ യു എക്സ്പ്ലെയിൻ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി, നോട്ട് ദാറ്റ് ഐ എം എ 5 year old, ബട്ട് കുറച്ചുകൂടി സിംപ്ലിഫൈ ആക്കി. ബിക്കോസ് അത് അത്ര പാടായിട്ടാണല്ലോ പറഞ്ഞു തരുന്നത്. അപ്പം അങ്ങനെ ഞാൻ വേറെ ടൂൾസ് ഞാൻ ഉപയോഗിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ സിംപ്ലിഫൈഡ് അല്ല. സോ അവിടെ ഞാനിപ്പോൾ AI ഉപയോഗിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാ സ്ഥലത്ത് AI മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം ഞാൻ ചെയ്യുന്നത് ഐ ക്യാൻ ഡു വേ ഫാസ്റ്റർ. അതാ ഞാൻ എല്ലായിടത്തും പറയുന്നത് AI ഉപയോഗിക്കും. ബിക്കോസ് സ്കൂളിൽ കാര്യം ചെയ്യാം, സ്കൂളിൽ ഫ്രീ ടൈമും കിട്ടാം, സ്കൂളിൽ നേരെ ചുമ്മാ ഇരിക്കാനും പറ്റും. അതിൻ്റെയാണ് മെയിൻ റീസൺ ഐ എം ഏബിൾ ടു മാനേജ്. ഓൾസോ മൈ പേരൻസ്, അവര് കുറെ എന്നെ ഹെൽപ്പും ചെയ്യാറുണ്ട് ടു മേക്ക് മൈ ടൈം വേ മോർ ഫ്രീ. സോ ഇപ്പം ഈ ഒരു അക്യൂമെന്റ്, ഈ ഒരു എയില് ഒരു ഭയങ്കര ഡീപ് ഡൈവ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലെ? സോ ഞാൻ ഇനി വരുന്ന ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു തലമുറയിലുള്ള കുട്ടികൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു സ്കിൽ സെറ്റ് കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു നോൺ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്യേണ്ടതെന്നാണ് റോളിന് തോന്നുന്നത്? അവർ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ, അവർക്ക് ഇങ്ങനെ അപ്സ്കിൽ ചെയ്യണമെങ്കിൽ? ഡെഫിനറ്റ്ലി. സി, ഇപ്പൊ നമ്മളൊരു ഡിഗ്രി ഫസ്റ്റ് വേൾഡിൽ നിന്ന് സ്കിൽ ഫസ്റ്റ് വേൾഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ ഡെഫിനറ്റ്ലി അവിടെ സ്കിൽസ് മാറ്റർ. ഇപ്പൊ ഒരാൾ ഹയർ ചെയ്യുമ്പോൾ അവർ നോക്കത്തില്ല ഏത് ഡിഗ്രി ഉള്ളത്. നിനക്ക് വീഡിയോ എഡിറ്റിംഗ് അറിയോ, കോഡിംഗ് അറിയോ, ഇതറിയോ, ആ ഒരു ലെവലിലാണല്ലോ നോക്കുന്നത്. ഇപ്പൊ വീഡിയോഗ്രാഫി ആണെങ്കിൽ വീഡിയോഗ്രാഫി അറിയോ. സോ സ്കിൽസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഗ്രാഫിക് പോസ്റ്റർ ഉണ്ടാക്കാൻ അറിയോ. ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. ബട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മൾ ബേസിക്സ് ഓഫ് ഹൗ ദ വേൾഡ് വർക്ക്സ് അതും അറിഞ്ഞിരിക്കണം. ബിക്കോസ് അതുവഴിയാണ് ഞാൻ 10ാം ക്ലാസ്സിൽ ഇപ്പൊ ഇരുന്ന് പഠിക്കുന്നത്. എങ്ങനെയാണ് ഒരു മാത്സ് അറിയുന്നത്, എങ്ങനെയാണ് ഫിസിക്സ് അറിയുന്നത്. ബിക്കോസ് ഇപ്പം എന്റെ ബോഡി എങ്ങനെ വർക്ക് ചെയ്യുന്നു, ബയോളജി അറിഞ്ഞാലേ പറ്റൂ. അതറിയാതെ നമ്മൾ നേരെ സ്കില്ലോട്ട് പോകാനും പറ്റില്ല. സോ വി ആർ ഗോയിങ് ഇൻ ടു എ വേൾഡ് വെയർ എവറിത്തിങ് ഇസ് ഇമ്പോർട്ടൻറ്റ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ. അതാണ് ഇപ്പോഴത്തെ കുട്ടികളോട് ഞാൻ ഒറ്റ കാര്യം പറയത്തുള്ളൂ, യൂസ് AI ഇൻ വാട്ട് എവർ ദാറ്റ് യു ഡു. എല്ലാ കാര്യത്തിലും AI ഉപയോഗിക്കണം, പക്ഷെ എത്തിക്കലായിരിക്കണം. ആൻഡ് യെസ്, എക്സാക്ട്ലി, എത്തിക്കൽ ആയിരിക്കണം. ഡോണ്ട് യൂസ് ഇറ്റ് ഡയറക്ട്ലി ചുമ്മാ ഹോംവർക്ക് ചെയ്യാൻ. ഞാൻ ഹോംവർക്ക് ചെയ്യാൻ ഉപയോഗിക്കത്തില്ല എന്നല്ല പറയുന്നത്, ഞാൻ ചെയ്യും. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, എങ്ങനെയാണ് ആൻസർ ഔട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നമ്മളിപ്പോൾ മാത്സിന് ചെയ്യത്തില്ലേ, ഒരു സ്റ്റെപ്പ് ആൻസർ ചെയ്യുക എങ്ങനെയാണ്. അപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ ആൻസറിലോട്ട് വന്നതെന്ന് എനിക്കറിയാൻ പറ്റും. അപ്പം ഉപയോഗിക്കാൻ അല്ല ഞാൻ ഡയറക്ട്ലി പറയുന്നത്. ഷോ ഐ ട്രൈ ടു സേ ഇസ് ദാറ്റ് മനസ്സിലാക്കണം എങ്ങനെ ആൻസറിലോട്ട് വരുന്നത്. സോ സ്വന്തമായിട്ടും നമുക്ക് ഫ്യൂച്ചറിൽ അറിയാൻ പറ്റും എങ്ങനെയാണ്. സോ ഇൻഷാല് ഇതിൽ വരത്തുള്ളൂ, യൂസ് ചെയ്യാൻ വാട്ട് എവർ യു ഡു എത്തിക്കലി, റെസ്പോൺസിബിളി, ആൻഡ് ട്രൈ ടു ഡെവലപ്പ് സ്കിൽസ്. ഡോണ്ട് വെയിറ്റ് ഫോർ ഈ വയസ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പഠിക്കും, ഇത് കഴിഞ്ഞിട്ട് കോളേജ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള ഫൈൻഡ് യുവർ പാഷൻ. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഡാൻസ്, നാടോടി നൃത്തം പോലെ ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ആദ്യം പോലെ ഞാൻ ഉണ്ടായപ്പോ പോലെ AI, ഞാൻ അമ്മയുടെ അവിടെ നിന്ന് ഇറങ്ങിയ പോലെ ഞാൻ AI ഫോക്കസ് ചെയ്യുന്നല്ലോ ഞാൻ പറഞ്ഞു. ഒരു ടൈം ആകുമ്പോൾ അതിലേക്ക് ഒരു എന്താ പറയാ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി, ഒരു പാഷനേറ്റ് ആയി ഓൺ AI. അങ്ങനെ ഒരു AI വേൾഡിലേക്ക് എത്തി. ഇനി എനിക്ക് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, റോള് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള AI ടൂൾസ് ഏതൊക്കെയാണ്?
സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ChatGPT തന്നെയാണ്. ChatGPT, Gemini ആയിരിക്കും അല്ലേ? യെസ്, ജെമിനയോ ഉണ്ട്. അത് LLMs ആയിട്ട് ലൈക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പൊ പ്രസന്റേഷന് വേണ്ടി ഞാൻ പറഞ്ഞില്ല, അതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കും കിമിയുടെ സ്ലൈഡ്സ് എന്ന് കിമിയ യൂസ് ചെയ്യുന്നത്, ഗാമ യൂസ് ചെയ്യാറുള്ളത്. ഗാമയുടെ കാളും ബെറ്റർ കിമി സ്ലൈഡ്സ്. നാനോ ബനാന ഇല്ലേ നമ്മുടെ ജെമിനയുടെ, നാനോ ബനാന വെച്ചിട്ട് സ്ലൈഡ്സ് ഉണ്ടാക്കും. ഇറ്റ്സ് വേറെ ഒരു ക്രേസി സന്ന. പിന്നെ അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഉപയോഗിക്കാറുണ്ട്. പിന്നെ കൂടുതൽ സത്യം പറഞ്ഞാൽ ഏടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബിസിനസ്സിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാറുണ്ട്, അത് ഹെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഇപ്പം സ്റ്റഡീസിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാറുണ്ട് മറ്റേ ഇത് ChatGPT അതൊക്കെ. അപ്പം ഓരോ ആൾക്കാരും ഉള്ളിരിക്കും അവർ ഏത് ടൈപ്പാണ്. പക്ഷെ മെയിൻ ആയിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് ChatGPT തന്നെയാണ് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് AIs ഔട്ട് ദർ. സോ യെസ്. ഹൗ ഗുഡ് ആർ യു അറ്റ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്? ഈ പ്രോംപ്റ്റ് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക സൊല്യൂഷൻസ് അല്ലെങ്കിൽ ആൻസർ തരും. ഹൗ ഗുഡ് ആർ യു അറ്റ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്? സോ എന്റെ ഫ്രീ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു എന്റെ യൂട്യൂബിൽ തന്നെ ഞാൻ ചെയ്യുന്ന ലൈക്ക് ചാലഞ്ചസ് 30 ഡേ അങ്ങനെ. സോ ബേസിക്കലി അതിനകത്ത് ഒരു ചാലഞ്ചിനകത്ത് ഫുള്ള് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. സോ അതിനകത്ത് വെച്ചാൽ ദ തിങ് അബൌട്ട് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇസ്, മുമ്പ് നമ്മൾ കോഡിങ് ചെയ്യത്തില്ലേ, കമ്പ്യൂട്ടറിന്റെ അടുത്ത് അങ്ങനെയൊന്നും സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിനെ സംസാരിക്കുന്നതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ തരാം. ഒരു ജീനി നമ്മൾ കണ്ട ആദ്യം എന്തായിരിക്കും പറയുന്നത്, ഗിവ് മി $1 million അങ്ങനെ പറയും. പക്ഷെ അങ്ങനെ പറയുന്നതിന് കുഴപ്പമെന്ന് വെച്ചാൽ ശ്രീലങ്കൻ റുപ്പീസ് തരാം, ഇന്ത്യൻ റുപ്പീസ് തരാം. നമുക്ക് ഇന്ത്യൻ റുപ്പീസ് അല്ലേ വരുന്നത്, കൂടുതൽ വാല്യൂ ഇന്ത്യൻ റുപ്പീസിനാ. സോ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിരിക്കണം. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ അതാ. പിന്നെ എന്നിട്ട് ടോപ്പിക് വേണം, ഔട്ട്പുട്ട് എങ്ങനെ വേണം. എത്ര നല്ലതായിട്ട് നമ്മൾ പ്രോംപ്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നു അത്രയും നല്ല ഔട്ട്പുട്ട് നമുക്ക് വേണം. അപ്പം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇസ് വൺ ഓഫ് ദ മെയിൻ തിങ്സ് AI ഇപ്പം അറ്റ്ലീസ്റ്റ് പഠിച്ചാലേ പറ്റും. സോ യെസ്. പിന്നെ റോൾ ഇപ്പൊ +1 കൊമേഴ്സ് അല്ലേ എടുത്തത്? ഏറ്റവും ടഫസ്റ്റ് സബ്ജക്ട് ഏതാ? അങ്ങനെ ചോദിച്ചാ സത്യം പറഞ്ഞ എല്ലാം ഞാൻ അക്കൗണ്ടൻസിയും മാത്സ് ആണ് എനിക്ക്. ബിക്കോസ് കുഴപ്പമെന്ന് കഴിഞ്ഞാൽ അത് ബിസിനസ് സ്റ്റഡീസ് ഒക്കെയാണ്, പിന്നെ നമുക്ക് കുറച്ച് തള്ളിയൊക്കെ ഇട്ട് മസാല ഒക്കെ ഇട്ട് എക്സാമിൽ ഇടാം. പക്ഷെ കുഴപ്പമെന്ന് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ തലേന്ന് പോകും. പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം. എക്സാമിന്റെ 2 ദിവസം പഠിച്ചപ്പോ നിക്കത്തില്ല. ആ സമയത്ത് മനസ്സിലാവും, ടീച്ചറൊക്കെ പഠിപ്പിക്കും. ആ സമയത്ത് ഇപ്പൊ പഠിപ്പിക്കുകയാണെങ്കിൽ മനസ്സിലാവും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ മറന്നു. സോ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് എന്റെ ഹാർഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസി മാത്സ് ആയിരിക്കും. അത് പഠിക്കാനായിട്ട് AI യൂസ് ചെയ്യാറുണ്ടോ? ഇപ്പൊ സത്യം പറഞ്ഞാൽ അതിനൊരു നല്ല AI ഇല്ല. ബിക്കോസ് ChatGPT ഒക്കെ അങ്ങനെ നല്ലതായിട്ട് പറയാറില്ലല്ലോ നമുക്ക്. ഞാൻ ഇതിനൊരു സൊല്യൂഷൻ ഫൈനലി പറഞ്ഞു, അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ലൈക്ക് 10ഓളം AI ടൂൾസ് അല്ലേ? യു ഹാവ് ഡെവലപ്ഡ് 10 AI ടൂൾസ്. ഏതൊക്കെയാണ് അത്? അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് പറയാമോ? സോ ഒരെണ്ണമാണ് റെസ്ക്യൂ AI. അത് പെട്ടെന്ന് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതിന്റെ കുറെ പണിയുണ്ട് ചെയ്തു. ഇപ്പം ഫുൾ ലൈക്ക് ഇത് തയ്യാറായിട്ടുണ്ട്. അത് ബേസിക്കലി ഇപ്പം എല്ലാവരും ഒരു എമർജൻസി സിറ്റുവേഷനിൽ എപ്പോ എല്ലാം സ്റ്റക്ക് ആവും. ഇമാജിൻ ചെയ്ത് നമ്മൾ ട്രാഫിക് ലൈറ്റിൽ ഒരാൾ ഫോൺ എടുത്തിട്ട് അല്ലെ ഫോൺ കാണാതെ പോയി, അല്ലെങ്കിൽ ലൈക്ക് ആരെങ്കിലും നമ്മളെ രാത്രി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയത്തില്ല. ഇപ്പൊ ഫോൺ എടുത്താൽ പോയാൽ ചിലപ്പോൾ ഫൈൻഡ് മൈ ഫോൺ ഉപയോഗിക്കും, പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. പക്ഷെ അതല്ലാതെ വേറെ കുറെ കാര്യമുണ്ട്. നമ്മുടെ സിം കിട്ടിയ സിം ഒക്കെ ക്ലോൺ ചെയ്തിട്ട് ബാങ്ക് OTP ഒക്കെ. അപ്പൊ അങ്ങനെ കുറെ സ്കാംസ് ഉണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് AI പറയും വിത്ത് ദ റൈറ്റ് ലോ. ഇപ്പൊ IPC സെക്ഷൻ മാറിയിട്ട് BNS സെക്ഷൻ അല്ലോ. BNS സെക്ഷൻ 303 പ്രകാരം ഇത് ഇങ്ങനെ ചെയ്യണം. ആൻഡ് നമുക്ക് ലോയറിന്റെ കൂടെ കണക്ട് ചെയ്തു. ഊബർ ഇല്ലേ, നമ്മൾ ഡ്രൈവർ സാധാരണ ആൾക്കാരെ കണക്ട് ചെയ്യുന്ന പോലെ വെൻ യു നീഡ് ലോയറിന്റെ കൂടെ കണക്ട് ചെയ്യും. ലോയറിനാണെങ്കിലോ കോൺട്രാക്ട്സ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. കോൺട്രാക്ട് അപ്ലോഡ് ചെയ്താൽ ഏത് കോൺട്രാക്ട് ആണ്, ക്ലോസില് ഇപ്പൊ റെന്റൽ അഗ്രിമെന്റ്സിനകത്ത് ക്ലോസ് 1, ക്ലോസ് 2, ക്ലോസ് 3 ഉണ്ട്. അപ്പം അങ്ങനെ ഓരോ അതിനകത്ത് എന്താ തെറ്റ് എന്താ കറക്റ്റ്, അഗ്രിമെന്റ് എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ അത് അപ്ലോഡ് ചെയ്താൽ പറഞ്ഞുതരും. ഫുള്ള് കോൺട്രാക്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ബേസ്ഡ് ഓൺ പ്രീവിയസ് കേസസ് എങ്ങനെ ഒരു ലോയർക്ക് ഒരു കേസ് ജയിക്കാൻ പറ്റുന്നു വേറെ പറഞ്ഞുതരും ഈ ഒറ്റ ഒരു ടൂൾ അല്ലേ. സോ യു ഹാവ് ഇന്റഗ്രേറ്റഡ് എവറിത്തിങ് വിത്ത് ദാറ്റ് ടൂൾ അല്ലേ? യെസ്, റെസ്ക്യൂ ഫുൾ, അടിപൊളി, എമർജൻസി ലോ ഫുൾ അടിപൊളി. അടുത്ത ടൂൾസ് വേറെ എന്തൊക്കെയാണ്? അടുത്ത ഒരെണ്ണായിരുന്നു സാപ്ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഹാക്കത്തോൺ, ഇന്ത്യസ് ബിഗസ്റ്റ് ഹാക്കത്തോൺ 2 വർഷം തന്നു, ബിൽഡത്തോൺ. അത് രണ്ടും ഞാൻ ജയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്ലേസ് 100x ബിൽഡത്തോണിന്റെ അവരുടെ കൺഗ്രാറ്റ്സ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ല. അപ്പം അതിനകത്ത് ഞാൻ ഒരു ടൂൾ ഉണ്ടാക്കിയതായിരുന്നു സാപ്ഗ്യാപ്പ്. അത് ബേസിക്കലി ഇപ്പം നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുമല്ലോ AI വെച്ചിട്ട്. അത് തന്നെ ക്യാൻവ, ഇപ്പൊ കർസർ, അങ്ങനെ കുറെ ഗൂഗിൾ സ്റ്റുഡിയോ നമുക്ക് AI വെച്ചിട്ട് അല്ലെ ChatGPT ആണെങ്കിലും നമുക്ക് കോഡ് തരും.
പക്ഷേ ഈ നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ ഉം. ഗൂഗിൾ ക്ലൗഡ് കേട്ട് കാണും, AWS, Azure, അത് ഹോസ്റ്റ് ചെയ്യാൻ നല്ല പണിയാണ്. യെസ്. അപ്പം അവരെ പറയുന്നത് ഡെവോപ്സ് എന്നാണ്. അപ്പൊ നമ്മൾ ഇത് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയതാ. നമ്മുടെ ലൈക്ക് പ്രൊജക്ടിന്റെ കോഡിന്റെ ലിങ്ക് ഇട്ടു വിട്ടാ, ഗിറ്റബിന്റെ ലിങ്ക് എടുത്തു വിട്ടാ അത് തന്നെ നമുക്ക് വേണ്ടി അഷറിലും ഗൂഗിൾ ക്ലൗഡിലും എവിടെ ഏറ്റവും ചീപ്പസ്റ്റ്, എവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് തരുന്നത് അവിടെ പോസ്റ്റ് ചെയ്ത് തരും. സോ അതായിരുന്നു സാപ്പ് ഗ്യാപ്പ്. പിന്നെ ഇൻവെസ്റ്റ് AI ഉണ്ട്. അത് ബേസിക്കലി എത്ര ലൈക്ക് നമ്മുടെ പൈസ നമ്മൾ എത്ര ഉണ്ടാക്കുന്നു, എവിടെ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ 5 ദിവസത്തിൽ നമുക്ക് ഒരു എമർജൻസി ഉണ്ട്, നമുക്ക് തിരിച്ച് പൈസ ഉണ്ടാക്കണം, ലൈക്ക് 5 ലക്ഷം വേണം, അപ്പൊ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, എവിടെയൊക്കെ. ഇറ്റ്സ് നോട്ട് ആക്യുറേറ്റ്, അത്ര ആക്യുറേറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് പോലെയാണ് ഞാൻ റിലീസ് പോലും ചെയ്യാത്തത്. പക്ഷെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ അത് ബേസ്ഡ് ഓൺ ന്യൂസസും ബേസ്ഡ് ഓൺ ഓൾ ദ ഫാക്ടേഴ്സ് പ്രെഡിക്റ്റ് ചെയ്യും എത്ര പൈസ ലൈക്ക് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര പൈസ തിരിച്ചു കിട്ടും. അതായിരുന്നു ഇൻവെസ്റ്റ് AI. അങ്ങനെ പിന്നെ എനിക്ക് വേണ്ടി തന്നെ ലിങ്ക്ഡിനും ഇൻസ്റ്റാഗ്രാമിൽ റീപോസ്റ്റ് ചെയ്യാനും സ്റ്റോറീസ് ഇടാനും ഫീഡ് ഫയറും എന്ന് പറഞ്ഞ എന്റെ ടെലിഗ്രാമിനൊത്തുണ്ട്. അങ്ങനെ ഞാനൊരു കുറച്ച് ബോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ So, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടോ? ഇപ്പൊ ഇയാൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ Yes. ഈ AI enthusiast ആയിട്ടുള്ള ആളുകളുടെ? സോ ഞാനിപ്പം ലൈക്ക് തിങ്ക് ക്രാഫ്റ്റ് അക്കാഡമി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ ഇപ്പം അറൌണ്ട് 100K ആൾക്കാരുണ്ട്, ഒരു 1 lakh ആൾക്കാര്. അപ്പൊ ഞാനതൊരു 6 months മുമ്പ് തുടങ്ങി. ഞാൻ ഈ ക്ലാസ്സസ് എടുക്കുന്ന കാര്യം പറഞ്ഞില്ല. Yes. ബേസിക്കലി അത് എടുക്കാൻ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ യൂട്യൂബിന്റെ കാര്യം നമ്മളിപ്പം AI പഠിക്കാൻ പോയാൽ ഞാൻ എപ്പോഴും പറയും ഞാൻ യൂട്യൂബിൽ നിന്നാണ് പഠിച്ചത്. പക്ഷെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമില്ല, ലൈക്ക് ഫുള്ള് സ്ഥലമില്ല, എല്ലാം വേറെ വേറെ സ്ഥലത്താണല്ലോ. അപ്പൊ ഞാൻ ഈ കോഴ്സ് മെയിനായിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ കാരണം തിങ്ക് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് വാട്ട് ഇസ് AI എന്ന് ബിൽഡിങ് യുവർ ഓൺ AI. എല്ലാം 30 ഡേയ്സിൽ ഒരു ചാലഞ്ച് ഉണ്ടാകുന്നത്. അന്നത്തെ നല്ല റിവ്യൂസ് ഒക്കെ വന്നു. എല്ലാവരും ലൈക്ക് സ്വന്തമായിട്ട് AI ഉണ്ടാക്കാൻ പറ്റി 30 ഡേയ്സിൽ, ലിറ്ററലി AI അറിയാത്ത ആൾക്കാര്. ആൻഡ് സീയിങ് ദാറ്റ് ഐ വാസ് വെരി ഹാപ്പി. അതുകൊണ്ട് ലൈക്ക് ഇപ്പൊ ഞങ്ങൾ വേറെ കോഴ്സ് തുടർന്നു, ലൈക്ക് വാട്ട് ഇസ് AI എന്ന് യൂസിങ് AI ഇൻ ബിസിനസ്, സ്റ്റുഡന്റ്, എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന. അപ്പം ദ റീസൺ ഐ എം ഡൂയിങ് ഓൾ ദിസ് കോഴ്സസ് ഇസ് നമ്മുടെ കേരളത്തിൽ സ്പെഷ്യലി അത്ര ആൾക്കാർ AI ഉണ്ടാക്കുന്നില്ല, അല്ലെ AI ഇനഫായിട്ട് യൂസ് ചെയ്യുന്നില്ല. എല്ലാവർക്കും അറിയുന്ന ChatGPT, AI അത് അത്ര ഇൻഡെപ്ത് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നത്. ഈ ഒരു അക്കാഡമി ഞാൻ തുടങ്ങാൻ തന്നെ മെയിൻ കാരണം ഇതാണ്. ആൻഡ് ദാറ്റ് ഇസ് ലൈക്ക് ഫസ്റ്റ് കോഴ്സിൽ മോർ ദാൻ 4.5 lakh ആൾക്കാർ സൈനപ്പ് ചെയ്തത് കണ്ടായിരുന്നു. സോ ദ തിങ് ഇസ് ദാറ്റ് ഇറ്റ്സ് അത്ര ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റി ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പം ഒരു മെയിൻ ആയിട്ടുള്ള കുറച്ച് ചാറ്റ് ബോട്ട്സ് പറയാം. ഇപ്പം അമേരിക്കക്ക് ChatGPT ഉണ്ട്, യെസ്, ജെമിനി ഉണ്ട്, അതേപോലെ ചൈനക്ക് ഡീപ് സീക്ക് ഉണ്ട്. സോ ഇന്ത്യക്ക് അങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ട് ഇല്ല. ഇത് റോൾ ആയിരിക്കുമോ ചാറ്റ് ബോട്ട് ഉണ്ടാക്കുന്നത്? ലെറ്റ്സ് സീ. അതാണ് എന്റെ പ്ലാൻ. ലൈക്ക് ബിക്കോസ് ഇത്ര കൺട്രീസിന് ഐ ബിലീവ് നമ്മൾ ഓൾറെഡി അവരുടെ റേസ് വിട്ടു. ഓക്കെ, ഇന്ത്യ കാൻ ജോയിൻ ദ റേസ്, വി ഹാവ് ടു ക്രിയേറ്റ് അവർ ഓൺ റേസ്. ഇപ്പം നമ്മള് ഈ കമ്പ്യൂട്ടേഴ്സ് വന്നില്ലേ, നമ്മൾ ആ ഒരു റെവല്യൂഷന്റെ സമയത്തില്ലായിരുന്നു. നമ്മൾ നേരെ കമ്പ്യൂട്ടർ സ്കിപ്പ് ചെയ്തിട്ട് മൊബൈൽ ഫോൺസ് ഉണ്ടാക്കാൻ തുടങ്ങി, റൈറ്റ്? സോ ആ ഒരു ലൈക്ക് നമ്മൾ ആ ഒരു റെവല്യൂഷൻ സ്കിപ്പ് ചെയ്തിട്ട് മൊബൈൽ ഫോണിന്റെ റെവല്യൂഷൻസിൽ ഉണ്ടാക്കാൻ തുടങ്ങിയെന്നല്ല, ഫുൾ വേൾഡ്. അപ്പം നമുക്ക് ഈ ഒരു AI ഇത് സ്കിപ്പ് ചെയ്യാന്നല്ല പറഞ്ഞാൽ അടുത്ത ലെവലിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അതെന്താന്ന് കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ അടുത്ത ChatGPT ഉണ്ടാക്കാൻ നോക്കാതെ ഞാൻ ഡീപ്പ് വെർട്ടിക്കൽ ടൂൾസ് എന്ന് പറയും, ജസ്റ്റ് ലോയ്ക്ക് വേണ്ടി, ജസ്റ്റ് ഡെവോപ്സിന് വേണ്ടി, ജസ്റ്റ് ഇൻവെസ്റ്റിങ്ങിന് വേണ്ടി ഓരോരോ സെക്ഷൻ. ഇപ്പൊ ചേട്ടൻ സ്റ്റഡീസിന് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്, ഒരു ഫുള്ള് ChatGPT ഉണ്ടാക്കുന്നത് ഓരോരോ സെക്ഷൻ ഉണ്ടാക്കാൻ ടൂളാണ്. അടുത്തത് ഇസ് വാട്ട് ഐ ബിലീവ് ഇൻ, മെഡിക്കലിന് വേണ്ടി ഓർണം. ബിക്കോസ് അങ്ങനെ ആരും ഫോക്കസ് ചെയ്യുന്നില്ല. സോ അതാണ് എന്റെ പ്ലാൻ. യെസ്. ഇനി അടുത്തൊരു ചോദ്യം. ഇപ്പം നമ്മളെല്ലാവരും ഈ പറയുന്ന AI എന്ന് പറയുന്നത് നോർമൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇനി ഒരു വില്ലൻ ആയിട്ടുള്ള ഒരു AGI എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. ലൈക്ക് നമ്മളെ എന്തിരൻ സിനിമയിലെ ചിട്ടി റോബോ, ലൈക്ക് ഹ്യൂമൻ ബ്രെയിൻ്റെ അതേപോലെ ചിന്തിക്കുന്ന, അതൊരു ഡേഞ്ചർ ഫോർമാറ്റ് ആയിരിക്കും ഈ AGI എന്ന് പറയുന്നത്? AGI എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് കുറച്ച് നാള് മുമ്പ് വരെ ANI ആയിരുന്നു, AB ആയിരുന്നു. അതിനകത്ത് ANI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ്, നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻസിലും ഒക്കെ തിങ്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഉണ്ട്. AB എന്ന് പറഞ്ഞാൽ ഈ ആൽഗോരിതം കുറച്ചുകൂടെ ബ്രോഡാ. ലൈക്ക് നമ്മുടെ യൂട്യൂബ് ആൽഗോരിതം, നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഒക്കെ കാണുന്ന അതും AI ആണല്ലോ. ആ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മളിപ്പോ വന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പൊ ഉള്ള സ്റ്റേജ് ABI എന്ന് നമ്മള് ഇങ്ങോട്ട് പോകുന്ന AGIയുടെ സ്റ്റേജിൽ, അതിന്റെ ഇടയിലുള്ള സ്റ്റേജാണ് ഏജന്റിക് AI. ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ
AI നമ്മൾ കേൾക്കുക മാത്രമല്ല, നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ മാത്രമല്ല, ബിഹാഫ് ഓഫ് അസ് ആക്ഷൻസ് എടുക്കാൻ പറ്റും. അതാണ് ഈ MCPs ഒക്കെ കേട്ട് കാണും. ബേസിക്കലി നമുക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാം, ഇത് ചെയ്യാം, പടങ്ങൾ ഉണ്ടാക്കാം, സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് വേണ്ടി ആക്ഷൻസ് എടുക്കാം. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ AGI എന്ന അടുത്ത സ്റ്റേജുമാണ്, നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് വരുന്നത് AGI. ഈ ഏജന്റിക് AI എന്ന്. AGI എന്നൊരു സ്റ്റേജ് എന്ന് വെച്ചാൽ ഫുള്ളി സെൽഫ് അവെയർ ആയിരിക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതല്ല, തന്നെ തിങ്ക് ചെയ്യാൻ തുടങ്ങും. തന്നെ ഇപ്പൊ ഒരു കഥ എന്ന് വെച്ചാൽ ഒരു കുട്ടിയുണ്ട്. ഇപ്പൊ എനിക്ക് ചൈനീസ് അറിയത്തില്ല, ഓക്കെ, പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അറിയാം. അപ്പൊ ഒരു പെണ്ണ് ലെറ്ററിൽ നിന്ന് വന്നിട്ട് ചൈനീസ് അറിയുമെന്ന് ലെറ്ററിൽ നിന്ന് ഇട്ടു ഒരു കുട്ടിയുടെ അടുത്ത്. പക്ഷെ ആ കുട്ടിക്ക് ചൈനീസ് അറിയത്തില്ല. പക്ഷെ ഒരു ലെറ്റർ അല്ലേ, അതിനകത്ത് എന്താ റിപ്ലൈ ചെയ്യണമെന്ന് വെച്ചപ്പം അപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. A ഈക്വൽ ടു ഒരു ചൈനീസ് വേർഡ്, B ഈക്വൽ ടു ഒരു വേറെ മാൻഡറിൻ ചൈനീസ് വേർഡ് തന്നെ, C ഈക്വൽ ടു വേറെ ചൈനീസ് വേർഡ്. അത് വെച്ചിട്ട് റിപ്ലൈ ചെയ്ത് ആ പെണ്ണിന് തിരിച്ച് ലെറ്റർ ഇട്ട് കൊടുത്തു. ആ ലെറ്റർ അപ്പം പെണ്ണ് എന്താ വിചാരിക്കുന്നത്, ഇവന് ചൈനീസ് അറിയും. പക്ഷെ ഇവന് അച്ഛൻ ചൈനീസ് അറിയോ ഇല്ല. ഒരു ബുക്ക് നോക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുത്ത ആ ഒരു ബുക്ക്, ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഇപ്പോഴും AI-ലുണ്ട്. അത് അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴും തിങ്ക് ചെയ്യുന്നത് അത് സ്മാർട്ടാണ്. പക്ഷെ അത് എടുത്തു മാറ്റുമ്പോഴാണ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സ്മാർട്ട്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. വേർ AI ഇസ് ജസ്റ്റ് ആക്ടിങ് ലൈക്ക് ഇറ്റ് സ്മാർട്ട്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് റിയലി സ്മാർട്ട്. സ്മാർട്ട് അല്ല അല്ലേ? അത് തന്നെ. അപ്പം AGI വരുമ്പോ അതായിരിക്കും. ആൻഡ് നമ്മളെ ഇപ്പൊ കൊല്ലുന്ന കാര്യം വരുമ്പം ഐ ഫീൽ AGIക്ക് അങ്ങനെ പറ്റത്തില്ല. അത് കഴിഞ്ഞാൽ നമ്മുടെ സെയിം ഹ്യൂമൻ ലെവലായിരിക്കും. അതിന്റെ അടുത്ത ലെവലാണ് ASI, ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ്. ആ AI ആണ് നമ്മളെ കൊല്ലാൻ വരാൻ പോകുന്നത്. എത്ര വർഷം എടുക്കുമായിരിക്കും ഈ ASIയിലേക്ക് എത്താനൊക്കെ ആയിട്ട്? ഐ തിങ്ക് അതൊരു 20 വർഷം എടുക്കും. പക്ഷെ AGI വിത്തിൻ 3-4 years ഐ ബിലീവ് എന്തായാലും വരും. 3-4 years ഉണ്ടെന്നാൽ AGI വരുന്നല്ലേ? എന്തായാലും. ഷുവർ. ഇപ്പം ഈ ടെഡ് ടോക്കുകൾക്ക് പോകുമ്പോഴും അതേപോലെ ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോഴും യൂട്യൂബിൽ കോണ്ടന്റ് എടുക്കുമ്പോഴൊക്കെ സ്കൂളൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നില്ലേ? സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണോ? ലക്കലി നല്ല സപ്പോർട്ടീവ് ആണ്. ഇപ്പം ഓബിയസ്ലി ഇപ്പൊ ഞാൻ +1 എനിക്ക് കുറെ അറ്റൻഡൻസ് വേണം. പക്ഷെ അതല്ലെങ്കിൽ അവൾ അറ്റൻഡൻസ് എനിക്ക് അങ്ങനെ അവർക്ക് ഇടാനും പറ്റില്ലല്ലോ. സോ അങ്ങനെ അതിനുവേണ്ടി ഞാൻ ഇടയ്ക്കൊക്കെ വരാറൊക്കെ ഉണ്ട്. പക്ഷെ പറ്റുന്ന അത്രയും ഐ ട്രൈ മൈ ബെസ്റ്റ് നോട്ട് ടു സ്കിപ്പ് സ്കൂൾ. അങ്ങനെ ഉച്ചയ്ക്ക് പോകാനും ഇതിന്റെ സമയം. പക്ഷെ ഇന്ന് തന്നെ എൻ്റെ എക്സാം, നാളെയും എൻ്റെ എക്സാം, ഞാൻ എന്നിട്ട് പോവാം. ബട്ട് വാട്ട് ഐം ട്രൈ ടു സേ ഇസ് ദാറ്റ് പറ്റുന്നത്ര ട്രൈ മൈ ബെസ്റ്റ് നോട്ട് ടു സ്കിപ്പ്. പക്ഷെ അല്ലെങ്കിലും ടീച്ചേഴ്സ് ആർ വെരി സപ്പോർട്ടീവ്. ഇവിടെ പോണെങ്കിൽ ഓക്കെ, അടുത്ത മാസം ഞാൻ ലണ്ടനിൽ പോകുന്നുണ്ട്. ആക്ച്വലി വേൾഡ് എഡ്യൂക്കേഷൻ മെഡൽസ് തന്നെ HPD ഒരു ഇതുണ്ട്. അതിനകത്ത് ഐ എം വൺ ഓഫ് ദ ഫൈനലിസ്റ്റ്, ടോപ്പ് വേൾഡില് 5 അതിനകത്ത്. കൺഗ്രാറ്റുലേഷൻ. ഇവിടെ വെച്ചു. അപ്പം അതിനുവേണ്ടി ഞാൻ ലണ്ടനിൽ പോകുന്നുണ്ട്. അപ്പൊ അതിന് ടീച്ചേഴ്സ് ഒന്നും പോയിക്കോ, കുഴപ്പമില്ല. ഈവൻ ദോ ടീച്ചർ 2 ദിവസം മുമ്പ് പറഞ്ഞ ജാനുവരിയിൽ ഒരു അവധി എടുക്കലെന്ന് എന്റെ അടുത്ത് പറഞ്ഞ റിവിഷൻ അന്ന്. പക്ഷെ എന്തായാലും ടീച്ചറിന് കുഴപ്പമില്ല. മാറ്റർ ഓഫ് പ്രൈഡ് അല്ലേ ശരിക്കും അങ്ങനെ ഒരു സ്റ്റുഡന്റ് അവിടെ പഠിക്കാന്നുള്ള കാര്യം? അവരുടെ അടുത്ത് തന്നെ ചോദിക്കണം. ഹോപ്പ്ഫുള്ളി ഞാൻ പ്രൈഡ് ആണ്. ബട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ് ടു മേക്ക് എവരി വൺ പ്രൗഡ്, ഇൻക്ലൂഡിംഗ് മൈ പാരന്റ്സ്, ഇൻക്ലൂഡിംഗ് മൈ സ്കൂൾ. ഈ ഒരു ഹെക്ടിക് ഷെഡ്യൂളിനിടയിൽ എക്സാം പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയാ ചെയ്യാറ്? എക്സാം പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് മൊമെന്റ് ഇരുന്ന് കുറെ പഠിക്കും. അത് രാത്രി ഉറങ്ങാനുള്ള കുറെ ദിവസം. പക്ഷെ ഇറ്റ്സ് വെരി ഹാർഡ് ബിക്കോസ് AI ഞാൻ എന്തായാലും ഉപയോഗിക്കും. പക്ഷെ കുഴപ്പമില്ല, എക്സാമ്പിൾ എടുക്കാം, നോട്ട്ബുക്ക് എല്ലാം AI അല്ലേ, അത് വെച്ചിട്ട് വീഡിയോസ് ഒക്കെ ഇതുണ്ട്. അത് തന്നെ സ്ക്രിപ്റ്റ് കിട്ടും, നമുക്ക് അപ്ലോഡ് ചെയ്യാം PDF. പക്ഷെ അതെന്ന് വെച്ചാൽ ഐ ഹാവ് ടു വെയിറ്റ് 2 hours ഒരു വീഡിയോ ഉണ്ടാക്കി തരാൻ, അപ്ലോഡ് ചെയ്തിട്ട് അപ്പത്തേക്ക് ബാക്കിയെല്ലാം അപ്ലോഡ്. ഇറ്റ്സ് വെരി ഹെക്ടിക് ബിക്കോസ് അതിന് ഓൾറെഡി കണ്ടന്റ് അറിയത്തില്ല. കണ്ടന്റ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ഇറ്റ്സ് ലൈക്ക് കുറെ നേരം വെയിറ്റ് ചെയ്യണം. സോ അപ്പത്തേക്ക് ഞാൻ ഉറങ്ങിപ്പോവും. രാവിലെ 20 സമയം ഇന്നലെ തന്നെ. സോ കുഴപ്പമെന്ന് കഴിഞ്ഞാൽ ആൻഡ് ബേസിക്കലി പ്രാക്ടിക്കലായിട്ട് കുറെ കാര്യം പഠിക്കണമെങ്കിലും ടൈം എടുക്കും. സോ മെയിൻ ആയിട്ട് അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് കുറച്ച് കുഴപ്പമുണ്ട്. സോ വിൽ AI റീപ്ലേസ് ടീച്ചേഴ്സ് ഇൻ ഫ്യൂച്ചർ? എന്താ തോന്നുന്നത്, ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യോ AI? സത്യം പറഞ്ഞ എല്ലാ സ്ഥലത്തും എല്ലാരും പറഞ്ഞു റീപ്ലേസ് ചെയ്യുന്നു. കമ്പ്യൂട്ടേഴ്സ് എല്ലാരെയും റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ ആക്ച്വലി റീപ്ലേസ് ചെയ്തില്ല. റൈറ്റ്, ഗൂഗിൾ വലിയ കമ്പനീസ് നമ്മുടെ എല്ലാം എന്താ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന്റെ കാര്യമാണ് ഇത്ര ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കിട്ടിയത്. ഐ ബിലീവ് സെയിം തിങ് AI കൂടെ ആവും. ആദ്യം കുറെ ജോബ്സ് കമ്പ്യൂട്ടേഴ്സിന്റെ പോലെ തന്നെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കുറെ ജോബ്സ് നമുക്ക് തിരിച്ചിട്ടും. എന്നുവെച്ചാൽ ഇന്റർനെറ്റ് ആദ്യം കുറച്ച് ആൾക്കാർ ഉപയോഗിച്ചാൽ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യാനൊന്നും വേണ്ട. പക്ഷെ ഗൂഗിളിന്റെ ആവശ്യം എപ്പോഴാണ് വന്നേ, കുറെ ആൾക്കാർ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ. അപ്പൊ AI സിമിലർ സിറ്റുവേഷൻ. ആദ്യം അത്ര ആൾക്കാർ ഉപയോഗിക്കാത്തപ്പോൾ അത്ര ഇത് വരത്തില്ല. പക്ഷെ അതുകൊണ്ട് കുറെ ജോബ്സ് പോകും. പിന്നെ ഐ ബിലീവ് കുറെ ജോബ്സ് നമുക്ക് തിരിച്ച് കിട്ടും. നൗ ടീച്ചേഴ്സ് എന്ന് വെക്കുമ്പം ഐ ബിലീവ് റൈറ്റ് നൗ നോ, ബിക്കോസ് പേഴ്സണലൈസ്ഡ് ആയിട്ട് അറ്റൻഷൻ കൊടുക്കാനാണെങ്കിലും ഒരു കുട്ടിയുടെ ഇത് മനസ്സിലാക്കാൻ ആ ടീച്ചേഴ്സിനെ പറ്റത്തുള്ളൂ. റൈറ്റ്. സോ നമ്മുടെ സിലബസ്
ചില അതായത് നമ്മുടെ സിലബസ് പൊതുവെ ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വളരെ ഓൾഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അവിടെ എക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ലൈക്ക് കുട്ടികളുടെ ഈ കോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ എക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവിടെ? ഡെഫിനറ്റ്ലി, ബിക്കോസ് എഡ്യൂക്കേഷൻ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് കുറെ ഓവറോൾ അപ്ഡേറ്റ് ആവുന്നത് ഇന്ത്യയില് 18 years കഴിഞ്ഞിട്ടാണ്. 18 years. സോ തീരെ നമുക്ക് 18 വർഷം മുമ്പത്തെ കാര്യം പഠിച്ചിട്ട് ഉപയോഗമില്ലല്ലോ, റൈറ്റ്? കുറെ കാര്യം സീമായിരിക്കും, പക്ഷെ കുറെ കാര്യം മാറിക്കൊണ്ടിരിക്കും. സോ വൺ തിങ് ഇസ് ദാറ്റ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. ആൻഡ് ദ ബെസ്റ്റ് വേ ടു ഡു ദാറ്റ് ഇസ് somehow ലേൺ ഓൺലൈൻ. അതാണ് ഇപ്പൊ ആംഗിളിലും ഇതിന് ലൈക്ക് ഐ ഫീൽ സംതിങ് ലൈക്ക് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമുക്ക് എപ്പോഴും നമുക്ക് റിലൈ ചെയ്യാൻ പറ്റത്തില്ല. ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റ് ആണെങ്കിൽ ഇതാണെങ്കിൽ അപ്ഡേറ്റഡ് നോളജ് വരണം. ഇപ്പം കഴിഞ്ഞ വർഷത്തിന്റെ സെയിം കാര്യമാണെങ്കിൽ ഈ വർഷം എന്നാലും ഡിഫറൻസ് വേണം. കുറെ കാര്യം മാറുന്നുണ്ട് എല്ലാ വർഷം. ഇറ്റ് ഷുഡ് ബി മാൻഡറ്ററി. ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്സ് എപ്പോഴും പ്രിന്റ് ഔട്ട് എടുക്കാൻ വിൽ ബി ഇമ്പോസിബിൾ. പക്ഷെ എല്ലാ ക്ലാസ് റൂംസിലും പ്രൊജക്ടർ ഇല്ലേ, അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ വേറൊരു സൊല്യൂഷൻ എന്തായാലും മാൻഡറ്ററി ആണ്. സോ ഇപ്പൊ നമ്മൾ ആംഗിള് ലൈക്ക് ഒരു എ പ്ലാറ്റ്ഫോം ഡിവൈസ് ആയിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് റോൾ ഇപ്പൊ അത് യൂസ് ചെയ്തല്ലോ. നമ്മളൊരു പേഴ്സണലൈസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് ലേണിംഗ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ആംഗിൾ എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ ടീം, ഇന്റേണൽ ടീം തന്നെ, നമ്മുടെ ഇൻഹൗസ് ടീം തന്നെ ഒരു എ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. റോൾ അത് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ് റോളുടേത്? ആക്ച്വലി ഓണസ്റ്റ് ആയിട്ട് പറയാ, അടിപൊളിയാണ്. ബിക്കോസ് ഇപ്പോ ഒരു കുട്ടിക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ് കാൺ ഓൾവേസ് എല്ലാ ടീച്ചേഴ്സിനും അങ്ങനെ അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് വെർ AI ക്യാൻ കം ഇൻ. ആൻഡ് ടീച്ചേഴ്സും കൂടെ വരണം, റൈറ്റ്? ടീച്ചേഴ്സും കൂടെ പഠിപ്പിച്ചാലേ, ബിക്കോസ് ഹ്യൂമൻ ടച്ച് ഓൾവേസ് നെസസറി. അപ്പം അതിൻ്റെ കൂടെ തന്നെ അവർക്ക് പഠിച്ച് തന്നെ ക്വിസസ്, എക്സാം ക്വസ്റ്റ്യൻസ് വിത്ത് ദാറ്റ് സിലബസ് ഉണ്ടെങ്കിൽ നത്തിങ് ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്, റൈറ്റ്? അതിൻ്റെ കൂടെ ഇപ്പൊ ടീച്ചേഴ്സും കൂടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എക്സ്ട്രാ. അതും കൂടെ ഉണ്ടെങ്കിൽ ഇനി എന്താ വേണ്ടേ, റൈറ്റ്? ലൈക്ക് സ്പെസിഫിക്കലി AI അത്രയും പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുന്നു. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് AI ദാറ്റ് യു ക്യാൻ ടേക്ക് റൈറ്റ് നൗ. ആൻഡ് ഐ ഓൾസോ സോ ഹൗ ഫാസ്റ്റ് ഇറ്റ് വാസ്. സമയം എടുത്തില്ല, പെട്ടെന്നാണ് ചെയ്തത്. സോ അത് വാസ് ഓൾസോ ഓസം. ആൻഡ് ഹിൻസ് ആണെങ്കിലും സൊല്യൂഷൻസ് തരുന്നതാണെങ്കിലും ഇറ്റ്സ് എ ഗെയിമിഫൈഡ് എക്സ്പീരിയൻസ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഗെയിംസ് പോലെ ആണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഫൺ. സോ അതിനും ഐ വുഡ് ഗിവ് എ ബിഗ് ദാറ്റ് ബിക്കോസ് ഐ ആക്ച്വലി ലൈക്ക് ഇറ്റ്. എനിക്ക് സബ്സ്ക്രിപ്ഷൻ തരണേ. അപ്പൊ ഈ റോൾ എല്ലാവർക്കും ആംഗിളിലെ നമ്മൾ എ പ്ലാറ്റ്ഫോം റെക്കമെൻഡ് ചെയ്യില്ലേ? ഡെഫിനറ്റ്ലി. ഞാനിനിയും കാണുന്ന ഇപ്പൊ ഞാൻ പറയുന്നത് അത് വെച്ച് നോക്കണ്ട. കുറച്ചാളായും ഇപ്പൊ ഒരു വേറെ പോഡ്കാസ്റ്റിലാണെങ്കിൽ എവരെ ഞാൻ ടൂൾസ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എന്തായാലും ആംഗിളിന്റെ ഈ ഒരു ടൂളിന്റെ പേര് എന്തായാലും പറയും. ഓക്കെ. സോ നമ്മളെ ഒരു ലൈക്ക് ചാറ്റ് ബോർഡ് പോലെ നമ്മള് ഇപ്പം നമുക്ക് ഹിന്റ് തരുന്നുണ്ട്. ലൈക്ക് നമ്മളെ പഠിപ്പിക്കാൻ, ലൈക്ക് നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അലോങ് വിത്ത് ദാറ്റ് നമ്മൾ ലൈവായിട്ട് ടീച്ചേഴ്സിൽ വീഡിയോയില് ലൈക്ക് ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു കോമ്പിനേഷൻ A+ ലൈവ് ടീച്ചിങ് റോളിൽ എന്താണ് അതിലൊരു തോന്നുന്നത്? ഐ ബിലീവ് ദാറ്റ് ഈസ് ദ ഫ്യൂച്ചർ. ബിക്കോസ് നമ്മൾ ഏത് കാര്യത്തിൽ ചെയ്യുകയാണെങ്കിലും ഹ്യൂമൻ ടച്ച് ഇസ് സംതിങ്, ഓർ ഹ്യൂമൻ ഇസ് സംതിങ് ദാറ്റ് കാൻ't ever be replaced, right? No matter what, never forget the human inside you. And I feel ഈ ഒരു സിറ്റുവേഷനിൽ അത് വരുന്നത്. AI വേണം, ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഫ്യൂച്ചർ, പ്ലസ് ഹ്യൂമൻസ്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഐ ഓൾസോ ലൈക്ഡ് അബൌട്ട് ആംഗിൾ. ബിക്കോസ് AI ഉണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈംസ് ടീച്ചേഴ്സും വേണം. ബിക്കോസ് അതിന്റെ കാരണമാണ് ഞാൻ ഐ എം സർവൈവിംഗ് ടിൽ നൗ, നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് AI. നമ്മള് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് മാത്രമേ ലൈക്ക് നമ്മളെ അടുത്തുള്ളൂ. അവരാണ് ലൈക്ക് ഈ A പ്ലാറ്റ്ഫോമിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. ആൻഡ് മോർ ദാൻ നമ്മൾ 20+ കൺട്രീസിൽ ഇപ്പൊ നമ്മളുടെ സർവീസും ഉണ്ട്. Wow, I mean that's actually crazy that നമ്മുടെ ലൈക്ക് കേരളത്തിന് ഇത്രയും കൺട്രീസ് ആണെങ്കിൽ ഇത്ര ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്സ് ഓസം. ആൻഡ് ഐ ബിലീവ് ഐ റിയലി ഹോപ്പ് ദാറ്റ് യു ഗ്രോ. Because that is something very much needed even for our country. So yes, because ഞാൻ എപ്പോഴും ക്ലാസ്സസ് ആണ്, ഇപ്പം ശ്രീലക്ഷ്മി മാമിന്റെ ആണെങ്കിലും സേർഡ് ആണെങ്കിലും എല്ലാ ക്ലാസ്സസും ഞാൻ കാണാറുള്ള ആളാണ്, റൈറ്റ്? സോ even when I watch that, it is something അത് റീപ്ലേസ് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല, റൈറ്റ്? പ്ലസ് ആൻഡ് സ്പെഷ്യലി ഐ ലൈക്ക് AI ഓൾസോ, ആൻഡ് ഹാവിംഗ് ബോത്ത് ദ വേൾഡ്സ് ഇസ് ദ ബെസ്റ്റ്. ഓക്കെ. ഇപ്പം നമുക്കൊരു സ്വന്തമായിട്ട് ഒരു A പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതേപോലെ റോളിന് ഒരു A പ്ലാറ്റ്ഫോം ഇപ്പൊ ഓൾറെഡി ഒരു 10ഓളം A ടൂൾ ഉണ്ടാക്കിയല്ലോ. ലൈക്ക് റോൾ എപ്പോഴെങ്കിലും എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഇതേപോലെ ഒരു A പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും അതിൽ കൊണ്ടുവരാം? I guess
ഇപ്പം ചെയ്യാൻ ഐ മീൻ ഈ ഒരു ഫീച്ചേഴ്സ് തന്നെ ആയിരിക്കും ഞാൻ എപ്പോഴും നമ്മളെ ഉപയോഗിക്കുന്നത്. ആംഗിളിലെ റിപ്ലിക്ക് തന്നെ അതെ see right now I would rather work with you rather than creating a full competitor, because education is something which I'm working on. മിഷൻ NEP എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മിഷൻ ഉണ്ടായിരുന്നു വിത്ത് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഞാൻ ചെയ്ത ബേസിക്കലി എന്താ ബേസിക് കാര്യം എന്ന് വെച്ചാൽ #NEP2020 എന്ന് ഉപയോഗിച്ചാൽ ജസ്റ്റ് അവരുടെ ഫോൺ എടുക്കുക, റെക്കോർഡ് ചെയ്യുക their opinion on what can be better in the education system. And a lot of people, and I say a lot of people, actually അതിന്റെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കി. ഇത് ഞാൻ ഇവിടെയാണ് പഠിക്കുന്നത്, ഇത് ഇമ്പ്രൂവ് ചെയ്യണം. ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് പാരന്റ്സ് ഈവൻ എന്താണ് എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ആകുന്നത്. ഇറ്റ് വാസ് നോട്ട് അഗൻസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഓർ എനിത്തിങ്, നോട്ട് അഗൻസ്റ്റ് ഗവൺമെന്റ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്, ബട്ട് ജസ്റ്റ് എവരിവൺസ് ഇൻപുട്ട് എന്താണ് ബെറ്റർ ആക്കാൻ പറ്റുന്നത്. വിത്ത് ദാറ്റ് ഇൻപുട്ട് ഇസ് വാട്ട് ഐ എം ട്രൈങ് ടു ചേഞ്ച്. ഇപ്പം ഞാൻ അടുത്ത ഈ വിദ്യാലോക എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, അവരുടെ കൂടെ ഒരു ഇത് ചെയ്യുന്നുണ്ട്, അവിടെ മിനിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ബേസിക്കലി ഐ എം ട്രൈങ് ടു മേക്ക് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം ബെറ്റർ. ബിക്കോസ് ഞാൻ CBSE പഠിച്ചിട്ടുണ്ട്, ഇപ്പം സ്റ്റേറ്റിലാണ്. ഐ ഹവ് സീൻ ദാറ്റ് ആൻഡ് ഐ ഹവ് ഗോൺ ടു ദ ബിഗ്ഗസ്റ്റ് കോളേജസ്, സ്കൂൾസ് ഇൻ ഇന്ത്യ, ഈവൻ നോൺ ബിഗ്ഗസ്റ്റ് എന്ന ആൾക്കാർ പറഞ്ഞു, ലൈക്ക് ദ സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാലും ലൈക്ക് ഐ ഗോൺ ടു എവറിവെയർ ആൻഡ് ഐ ആം എ ഗവൺമെന്റ് സ്കൂൾ സ്റ്റുഡന്റ് മൈ സെൽഫ് ആൻഡ് ഐ ലവ് മൈ സ്കൂൾ. പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് ഐ ഹാവ് എ പിക്ചർ ഓൺ വാട്ട് ക്യാൻ ബി ബെറ്റർ ആൻഡ് വാട്ട് നീഡ്സ് ടു ബി ബെറ്റർ. That is exactly what I am personally trying to do. And in education, a tool personally, this is an awesome tool. And right now, I'm not looking at creating a tool because there are good tools, right? I don't need to become a competitor. But if I see a good feature, definitely I'll be telling you. Because notebook video feature, that is a very good thing, right? Our API easily integrate everything. But the thing is that time. Right, 2 hours എടുക്കും ഉണ്ടാക്കാൻ. ഇരിക്കും, ഐ വെയിറ്റ്, കുറെ നേരം വെയിറ്റ് ചെയ്യും ജസ്റ്റ് വരാൻ വേണ്ടി. അങ്ങനത്തെ ഒക്കെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി വേ മോർ ഫൺ. അടിപൊളി. ഇപ്പം റോൾ ഒരു സ്റ്റുഡന്റ് ആണ്, നാളെ ഞാൻ ആംഗിളിലേക്ക് റോളിനെ വിളിക്കുകയാണ്, റോൾ നീ ഇങ്ങോട്ട് പോവാ, നമ്മളെ കൂടെ വർക്ക് ചെയ്യാം, ലൈക്ക് യു ആർ ആൻ എക്സ്പേർട്ട് ഇൻ AI, അങ്ങനെ ഒരു കോള് റോളിന് വരികയാണെങ്കിൽ റോൾ അസോസിയേറ്റ് ചെയ്യുമോ നമ്മളുമായിട്ട്? Definitely, I would say yes, because it's a good opportunity and it's an opportunity to make education better. So why not? അടിപൊളി. അപ്പൊ ഞാൻ നമുക്കിനി ഒരുമിച്ച് പറയാനുള്ള ഒരു എന്താ പറയാ ഒരു ഇത് ഉണ്ടാവട്ടെ. സോ റോൾ ദ റോക്ക് സ്റ്റാർ, ദ AI കിഡ് ഓഫ് ഇന്ത്യക്ക് എന്താണ് നമ്മളുടെ കുട്ടികളോട് പറയാനുള്ളത്? സിംപ്ലി ഒരു കാര്യമുള്ളൂ, ഡോണ്ട് എവർ ഫർഗെറ്റ് യുവർ പാഷൻ, ഡോണ്ട് ഫോളോ മണി, ഫോളോ യുവർ പാഷൻ ആൻഡ് യൂസ് AI and keep learning, keep growing.